ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനനപ്പെരുന്ന വചനവിചാരങ്ങളുടെ 5-ാമത്തെ ദിവസത്തിലേക്ക് ആദരപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുക. ആരും അനാഥരല്ല എന്ന അനുഗ്രഹീതമായ സന്ദേശമാണ് ക്രിസ്തുമസ് നമുക്കായി നൽകുന്നത്. എനിക്ക് വേണ്ടി ഒരു ദൈവം ജാതനായി എന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത. സത്യത്തിൽ ക്രിസ്തുമസ് പകരുന്ന സന്ദേശം അതാണ്. ഈ ഭൂമിയിൽ ആരൊക്കെയില്ലെങ്കിലും എനിക്ക് സ്വന്തമായി എന്നെ സ്വന്തമെന്ന് കരുതുന്ന ഒരു സ്വർഗീയ രാജകുമാരൻ ജാതനായി എന്നുള്ള ശ്രേഷ്ഠമായ സന്ദേശം. മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്ന പക്ഷി ആശ്രയിക്കുന്നത് ചില്ലയെ അല്ല, ചിറകിനെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പക്ഷി ചോദിക്കുന്ന ചോദ്യം എത്രയോ ചിന്തനീയമാണ്. ചിറക് പൊന്തുമെങ്കിൽ ചില്ല പൊട്ടിയ എന്തിനാണ് ഭയക്കുന്നത്? ചിറകുകൾ പൊക്കാൻ പറ്റുമെങ്കിൽ ചില്ലകൾ പൊട്ടി താഴെ വീണാൽ ഭാരപ്പെടേണ്ടെന്ന കാര്യമില്ല. മനുഷ്യരുടെ മുഴുവൻ ആശ്രയവും നഷ്ടപ്പെട്ടു പോകും. കൂടെ നിൽക്കുമെന്ന് കരുതുന്നവര് കുതികാൽ വെട്ടാൻ തുടങ്ങുമ്പോൾ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോഴും പക്ഷിയുടെ ചോദ്യം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ഇടയാകണം. ചിറക് പൊന്തുമെങ്കിൽ പിന്നെ ചില്ല പൊട്ടിയ എന്ന്. ക്രിസ്തുമസ് നമ്മൾ അനാഥരല്ല, നമ്മെ സനാഥരാക്കി തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്നുള്ള സദ്വാർത്ത മനസ്സിൽ സ്വീകരിക്കാൻ മനസ്സുണ്ടാകും. ഒപ്പം ദൈവപിതാവിൻ്റെ മകനോ മകളോ ആയിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് ആ ദൈവസ്നേഹം പകർന്നു കൊടുക്കാൻ എൻ്റെ ജീവിതത്തിൻ്റെ കരുത്തായി പ്രതീക്ഷയായിട്ട് കൂടെ നിൽക്കേണ്ടുന്നത് പക്ഷിയുടെ ചോദ്യം തന്നെയാണ്. ചിറക് പൊന്തുമെങ്കിൽ പിന്നെ ചില്ല പൊട്ടിയ എന്ത്? ദൈവം കൂടെയുണ്ടെങ്കിൽ പിന്നെ വേറെ ആരില്ലെങ്കിൽ എന്താണ്? ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിതയാത്ര ഏറ്റവും സന്തോഷകരമാക്കി തീർക്കുവാൻ ഈ ക്രിസ്മസ് കാലം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.